ഹലോ ആൻഡ് വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഈ നായന്മാരിൽ പലർക്കും അറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ അവരാരും അത് പുറത്ത് പറയില്ല. പുറത്ത് പറയാത്തതിന് പല കാരണങ്ങളുണ്ടാകും. അതൊക്കെ നമ്മൾ ഇവിടെ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അത് പല കാരണങ്ങൾ അതിനകത്ത് ഉണ്ട്. അതായത് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന ഈ വിഷയം എന്ന് പറയുന്നത് നായർ സാമുദായിക അധിക്ഷേപം. അതായത് നായർ സമുദായത്തെ ഒരു 2 പതിറ്റാണ്ടായിട്ട് വളരെ മ്ലേച്ഛമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആരാണ്? മത തീവ്രവാദികളാണോ? ജാതി സംഘടനകളാണോ? വിദേശ മിഷണറിമാരാണോ? ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഈ 3 ചോദ്യങ്ങളുണ്ടല്ലോ, ഈ 3 ചോദ്യങ്ങളുടെയും റെസ്പോൺസ് അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങളുടെ കോമൺ സെൻസിൽ നിന്നും ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷേ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരു 2 പതിറ്റാണ്ടായിട്ടൊരു നായർ അധിക്ഷേപം തുടങ്ങിയിട്ടുണ്ട്. അത് നായർ അധിക്ഷേപവും സിറിയൻ ക്രിസ്ത്യൻ അധിക്ഷേപവും ഒരുമിച്ച് തുടങ്ങിയതാണ് ഒരു 2 പതിറ്റാണ്ട് മുമ്പ്. അതിൽ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടൊപ്പം സിറിയൻ ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ മുന്നോക്ക ക്രിസ്ത്യാനികളെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ട് നായർ അധിക്ഷേപത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചില കത്തുകളുടെയും മറ്റ് വ്യക്തികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, കത്തുകളെന്ന് പറയുമ്പോഴത്തേക്ക് ചില കത്തുകളിലൊക്കെ അഡ്രസ്സ് വെച്ച് വരുന്നുണ്ട്. അതൊക്കെ ശരിയാണോ എന്നറിയില്ല. ചില ആൾക്കാർ അവർ ഈ പ്രൈവറ്റ് ഇൻ്റലിജൻസ് പ്രൊഫഷണൽസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ മറ്റു ചില ഇൻ്റലിജൻസ് ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കത്തുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതിൽ പറഞ്ഞിട്ടുള്ളത് ഏറെക്കുറെ ശരിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് 2 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞ നായർ അധിക്ഷേപത്തിൻ്റെ ആ ഒരു പീക്കിൽ അത് എത്തിക്കഴിഞ്ഞത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടാണ്. സോഷ്യൽ മീഡിയ ശക്തമായി തുടങ്ങിയ കാലഘട്ടം മുതൽ അത് അതിൻ്റെ ഒരു പീക്കിലെത്തി കഴിഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയുന്നത്, അത് പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് ഒരു പ്രസ്താവന ഞങ്ങൾ നടത്തുന്നില്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇറ്റ്സ് ഓൺലി ആൻ അസംഷൻ. ബട്ട് ആ അസംഷന് ചില അതിന് കുറേ എവിഡൻസസ്, സപ്പോർട്ടിങ് എവിഡൻസസ് നമുക്കത് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ നായർ അധിക്ഷേപത്തിന് പൂർണ്ണമായിട്ട് പിന്തുണ നൽകുന്നത് ഒരു ദേശീയ പാർട്ടിയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ഒരു ദേശീയ പാർട്ടിയുടെ നിർലോഭമായിട്ടുള്ള പിന്തുണ ഇവർക്കുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അവർ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 52%. അതിൽ ഒരു 10%-ഓളം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ട് പോകും. അതായത് സർട്ടിഫിക്കറ്റിൽ അവർ ദേ ആർ സർട്ടിഫൈഡ് ആസ് ഹിന്ദുസ്, സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് കാണും, പക്ഷെ ചർച്ച് രജിസ്റ്ററിലും അവർക്ക് പേരുണ്ടാവും. അങ്ങനത്തെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ വേണമെങ്കിൽ കാണിച്ചു തരാം. ചില പ്രത്യേക പ്രദേശങ്ങളുടെ സ്വഭാവം തന്നെ അതങ്ങനെയാണ്. എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളിലും ക്രിപ്റ്റോ ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പം അതുകൂടെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 42% മുതൽ 43% വരെ വരുന്നുള്ളൂ ഹിന്ദുക്കൾ കേരളത്തിൽ. അപ്പോൾ ഈ ബാക്കിയുള്ള ഹിന്ദുക്കളെയെങ്കിലും ഒരുമിച്ച് നിർത്തി
ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കണം എന്നതിലേക്ക് വേണ്ടി ഒരു ദേശീയ പാർട്ടിയുടെ അജണ്ട ആണ് നായർ സമുദായത്തെ സംശയിക്കപ്പെടുന്ന കാര്യമാണ്. നായർ അത് ഡെവലപ്മെൻറ്റ്സ് പരിശോധിക്കുമ്പോൾ അത് ശരിയാണോ നമുക്ക് തോന്നിപ്പോകും. നായർ സമുദായത്തെ ഈഴവ സമുദായത്തെ ലയിപ്പിക്കുക, അതായത് 23% ഈഴവ സമുദായം കേരളത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഒരു 21% പ്ലസ് കാണും. അപ്പം അതിൽ ഏകദേശം 16% വരുന്ന നായർ സമുദായത്തെ അതിൽ ലയിപ്പിച്ചിട്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കേണ്ടതാണ്. അപ്പം ഇവരെ തമ്മിൽ ലയിപ്പിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സമുദായങ്ങളെ പിന്നീട് അക്കോർഡിംഗ്ലി ഇൻ ഡ്യൂ കോഴ്സ് അവരെ ലയിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 16% വരുന്ന നായർ സമുദായത്തെ 23% വരുന്ന ഈഴവ സമുദായത്തെ ലയിപ്പിക്കുക. അവരതിന് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ ഹിന്ദുക്കളെയും ഒറ്റ ജാതിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിട്ട് ജാതി സംവരണം എടുത്തു കളഞ്ഞിട്ട് സാമ്പത്തിക സംവരണം അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. എല്ലാ ഹിന്ദുക്കളെയും ഒറ്റ ജാതിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. അപ്പോൾ ഇത്രയും റിസ്ക് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലയിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് ഇതിനകത്തുള്ളത്. അതിന് അവർ ഉദ്ദേശിക്കുന്നത് ഈ നായർ സമുദായത്തെ ഇങ്ങനെ അധിക്ഷേപിച്ച് അവരുടെ അംഗങ്ങളിലും ചെറുപ്പക്കാരിലും സ്ത്രീകളിലും കുട്ടികളിലും ഒക്കെ ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരുതരം അപകർഷതാ ബോധം, നമ്മളെന്തോ ഒരു ചെറിയ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ഒരു അധപ്പതിച്ച സംസ്കാരത്തിൻ്റെ ആൾക്കാരാണെന്നുള്ള ഒരു വ്യാജമായിട്ടുള്ള ഒരു ചരിത്രം, ഒരു ചിന്ത അവരിൽ വരുത്തിയിട്ട് എന്ത് ചെയ്യണം, അവരെ ക്രമേണ ഈ നേരത്തെ പറഞ്ഞ സമുദായത്തിലോട്ട് ലയിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ സമുദായത്തിന് ഏകദേശം അതിൻ്റെ നട്ടെല്ലൊടിച്ചു കഴിഞ്ഞ് ഏകദേശം അതിനെ അവരുടെ ഭൂമി പിടിച്ചെടുക്കൽ, റിസർവേഷൻ മൂലം ജോലി കിട്ടാത്ത അവസ്ഥ മുതലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ മാത്രമല്ല സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ സമുദായത്തിനെ ഇനി അതിലോട്ട് ലയിപ്പിക്കുക. അപ്പോൾ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇത് ചെയ്യുന്നത്. ഇത് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില തീവ്രവാദ സംഘടനകൾ നായർ സമുദായത്തെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഹിന്ദു സമുദായത്തിൽ വരുന്ന, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ വരുന്ന ആൾക്കാരാണ് ഇതിനെ കൂടുതലായിട്ട് അധിക്ഷേപിക്കുന്നത്. ഈ ഇടയ്ക്ക് തന്നെ ഒരു മന്മഥൻ എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവാദിത്തപ്പെട്ട SNDP BDJS അദ്ദേഹം അതിലുണ്ടോയെന്ന് അറിയില്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു SNDP ഭാരവാഹി പബ്ലിക്കായിട്ട് വളരെ മോശമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നായർ സമുദായത്തെ അധിക്ഷേപിച്ചത് നമ്മൾ കണ്ടുവല്ലോ. അപ്പം അതുപോലെ ഈ അധിക്ഷേപത്തിന് തുടക്കം കുറിച്ചത് 1992 T മുരളി എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശിയായ, ഇപ്പോൾ കണ്ണൂരിൽ താമസിക്കുന്ന ഈഴവ സമുദായ അംഗമായിട്ടുള്ള ചിത്രകാരൻ T മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്ററാണ്. അപ്പോൾ പുള്ളി വരച്ച ഒരു പടം, സംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു പടം വരച്ചിട്ട് അതിൻ്റെ താഴെ അയാൾ ചിത്രം വരയ്ക്കുക മാത്രമല്ല അതിൻ്റെ താഴെ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സംബന്ധമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അതായത് വിവാഹിതയായ ഒരു നായർ സ്ത്രീയുടെ വീട്ടിലെ ഒരു നമ്പൂതിരി സംബന്ധത്തിനായിട്ട് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് വ്യാജമാണ് അവർ പറയുന്നത്. ഇപ്പം ഒരു ഭർത്താവിനെ വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട്, അന്നത്തെ കാലത്ത് ആ ഡിവോഴ്സിനെ വഴിമുറി എന്ന് പറയും, അതായത് അത് ചെയ്തിട്ട് വേറൊരാൾ വിവാഹം കഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നായർ സ്ത്രീകൾക്ക്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ വിവാഹിതയായിട്ടുള്ള സ്ത്രീയുടെ വീട്ടിലല്ല സംബന്ധം വരുന്നത്, അത് പുടവ കൊടുത്ത ഒരു ഭർത്താവിൻ്റെ ആ ഒരു സ്ഥാനം തന്നെയാണ് നമ്പൂതിരിക്കുള്ളത്. പക്ഷെ അതിനെ വ്യാജമായിട്ട് ചിത്രീകരിച്ച്, അപ്പം അങ്ങനെ ഒരു വിവാഹിതയായിട്ടുള്ള നായർ സ്ത്രീയുടെ റൂമിലോട്ട് ഒരു നമ്പൂതിരി വരുന്നു, ആ സമയത്ത് ഇവരുടെ ഭർത്താവ് ഒരു വിളക്കുമായിട്ട് പുറത്തു പോകുന്നു പറഞ്ഞിട്ടൊരു വ്യാജമായിട്ടുള്ള ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അയാൾക്കെതിരെ ഇതുവരേക്കും ആരും ഒരു നായരും നിയമ നടപടിക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ അങ്ങനെ ഒരു പടം വരച്ചിട്ട്, ഒരു ചിത്രം വരച്ചിട്ട് നായർ സമുദായത്തെ അധിക്ഷേപിച്ചു തുടങ്ങിയതാണ്. ഇപ്പം നായർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഈ ഒരു ചിത്രമാണ്. T മുരളി എന്ന ഈഴവ സമുദായക്കാരൻ വരച്ച ഈ വ്യാജ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി വരച്ചിട്ടുള്ള ഈ ചിത്രമാണ് വരുന്നത്. അപ്പോൾ അയാൾ ആ ഒരു ചിത്രമാണ് ഇപ്പോൾ നായർ എന്ന് പറയുമ്പോൾ അതിനൊരു സെനോണിമായിട്ട് വരുന്നത് ഈ ചിത്രമാണ്. ഓക്കെ, അപ്പോൾ അയാൾ വരച്ചു, അയാൾ തുടങ്ങി വെച്ചു, അയാൾ ആരാണ് പാട്രണൈസ് ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നീട് നമുക്കത് മറ്റു ഈഴവ സമുദായങ്ങളായിട്ടുള്ള ആൾക്കാർ അതിനെ പ്രോത്സാഹിപ്പിച്ച് അവർ
സോഷ്യൽ മീഡിയയിൽ കൂടെ അതിനെ വളർത്തിക്കൊണ്ടുപോയി നായർ അധിക്ഷേപം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസത്തെ വളർത്തിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പല ബ്ലോഗുകൾ കൂടെയും മറ്റു സോഷ്യൽ മീഡിയ ഹാൻഡിൽസുകൾ കൂടെയും എസ്പെഷ്യലി ക്ലബ് ഹൗസിൽ കൂടെയൊക്കെ ഒത്തിരി ഇതിനെ അധിക്ഷേപിക്കുന്നുണ്ട്. അതിൽ ചില ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, ദ സോ കോൾഡ് ദളിത് ഇവാഞ്ചലിസ്റ്റുകൾ. അവർ എങ്ങനെയാണ് ദളിത് ആയതെന്ന് അറിയില്ല. അവർ ക്രിസ്ത്യൻസാണ്. അപ്പോൾ ക്രിസ്ത്യൻസ് ഒരിക്കലും ദളിത് ആകാനുള്ള നിയമപരമായിട്ടുള്ള സാധ്യതയില്ലല്ലോ. അപ്പം അനിൽ കൊടിത്തോട്ടം, അനിൽ കെ അയ്യപ്പൻ, അനിൽകുമാർ അയ്യപ്പൻ മുതലായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിൽ ഈ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തി സ്ഥിരമായിട്ട് ആ ദേശീയ പാർട്ടിയുടെ ചാനലിൽ വന്ന് സംവദിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയുന്നത് കൊണ്ട് ഈ പുള്ളിയെ ആ ദേശീയ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയുന്നത് എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണോ എന്നുള്ള സംശയം. അപ്പോൾ ആ ദേശീയ ചാനലിൽ കൊണ്ടുവന്ന് സംസാരിക്കും. പക്ഷേ അയാൾ നായർ സ്ത്രീകളെ വ്യാജ ചരിത്രം പറഞ്ഞ് വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്ന വ്യക്തിയാണ് ഈ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ പുള്ളിക്കെതിരെ നമ്മൾ 12 ഏജൻസികളിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കേരള പോലീസ് ഇതുവരെയ്ക്കും കേസ് എടുത്തിട്ടില്ല. തുടർ നടപടിക്കായിട്ട് അയച്ചു എന്ന് മാത്രമേ അതിൻ്റെ കേസ് കൊടുത്തതിൻ്റെ പിറ്റേന്നൊരു റിപ്ലൈ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ദേശീയ NHRCയും SHRCയും കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അത് കോടതിയിലോട്ട് പോകാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ അങ്ങനെ ഈ ബ്ലോഗ്സും ക്ലബ് ഹൗസ് മുതലായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉപയോഗിച്ചിട്ട് ഈ ലിബി CS എന്ന് പറയുന്ന പുള്ളിയുടെ ഹസ്ബൻഡ്, അവരുടെ ആ ലേഡിയുടെ ഹസ്ബൻഡ് ഒരു ഇഴവ സമുദായക്കാരനാണ്. പിന്നെ ഷാഹിന എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഡി, അവരും അവരുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഒരു ഇഴവ സമുദായക്കാരനാണ്. അപ്പോൾ അവരും ഒരു ബ്ലോഗൊക്കെ വെച്ചിട്ട്, ന്യൂസ് ഗിൽ അതുപോലെ വേറൊരു ബ്ലോഗുണ്ട്, അത് വെച്ചിട്ട് അവരിങ്ങനെ ധാരാളമായിട്ട് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ചില മതതീവ്രവാദികൾ അധിക്ഷേപിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ മിക്കവാറും ആൾക്കാർ നായർ എന്നുള്ള പേര് വെച്ചിട്ട് വന്ന് സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുകയും മറ്റു സമുദായങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള പ്രകോപനം കൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ എന്തിനാണ് ഈ ഹിന്ദു ഐക്യത്തിൻ്റെ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു സമുദായമെന്ന ഹിന്ദുക്കൾ തന്നെയായിട്ടുള്ള നായർ സമുദായത്തെ അധിക്ഷേപിക്കുന്നത് എന്തിനാണ്? അപ്പം ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരു ദേശീയ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഈ നായർ അധിക്ഷേപത്തിനുണ്ട്. അത് അറിയാവുന്ന ആ ദേശീയ പാർട്ടിയിൽപ്പെട്ട പല നേതാക്കന്മാരുണ്ട്. അറിഞ്ഞുകൂടാതെ കീജയ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം അമ്മയും സഹോദരിയെയും ഭാര്യയെയും പെൺമക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില നായന്മാരുണ്ട്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും അവരെ ഓർത്ത് ദുഃഖിക്കുന്നു. സോ അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ സത്യം വിളിച്ചു പറയാം. കാരണം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളൊക്കെ സ്വന്തം കാര്യം നോക്കി നടന്ന സാമാന്യരായിട്ടുള്ള സാധാരണ ജനങ്ങളായിരുന്നു. സാധാരണ നായർ സമുദായാംഗങ്ങളാണ്. ഞങ്ങൾ ഒത്തിരി സഹിച്ചു അധിക്ഷേപങ്ങളും ഇതൊക്കെ. അവസാനം അവർ പറയുന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങളെ തെരുവിൽ കൈവയ്ക്കുമെന്നാണ് പറയുന്നത്. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ അയച്ചു തരാം, ആർക്ക് വേണം അയച്ചു തരാം. അവർ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രം അധിക്ഷേപിക്കുന്നുള്ളൂ, ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ തെരുവിൽ ആക്രമിക്കുമെന്ന് പറയുന്നു. എന്തുമാത്രം പെത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾ സത്യം വിളിച്ചു പറയും. നിങ്ങൾ കൊന്നാലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഞങ്ങളെ മറ്റേതെങ്കിലും സമുദായത്തിൽ ലയിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കുക. രണ്ടാണ്. ഒരു ഗ്രൂപ്പിനെ ഞങ്ങളെ മറ്റൊരു സമുദായത്തിൽ ലയിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ അജണ്ട. വേറൊരു ഗ്രൂപ്പ്, കുറച്ച് ഈ മതതീവ്രവാദികളുടെ ഒരു ഗ്രൂപ്പിന് ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കണം, പലായനം ചെയ്യിക്കണം. രണ്ടും നടക്കില്ല. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ഈ നാട് വിട്ട് പോവില്ല. ഞങ്ങളുടെ പൂർവികർ നന്നാക്കിയെടുത്ത മണ്ണാണിത്. അവർ ജീവിച്ചിരുന്ന മണ്ണാണ്, അവർ കൃഷി ചെയ്ത മണ്ണാണ്, അവർ യുദ്ധങ്ങളിൽ അവരുടെ ചോര വീണ് വറ്റിയ മണ്ണാണിത്. ഞങ്ങൾ ഈ നാട് വിട്ട്, ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോവില്ല. ഞങ്ങൾ ജനിച്ചാലും മരിച്ചാലും ഈ മണ്ണിൽ തന്നെ നമ്മളുണ്ടാകും.
ഈ മണ്ണിനെ വിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനും പറ്റില്ല. ഈ മണ്ണ്, മലയാളം മണ്ണിനെ വിട്ട് ഞങ്ങൾക്ക് മരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ ഞങ്ങളുടെ അന്ത്യ വിശ്രമം നമ്മൾ ചെയ്തിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളൊരു കാര്യം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്, ആൻഡ് താങ്ക് യു, ആൻഡ് ഹോപ്പ് ടു സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ, ഗുഡ് ബൈ.